ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജാവി മാക്. അങ്ങനെ ഫുട്ബോളിൽ വീണ്ടും ആ ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ഫുട്ബോൾ രാജാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ആരൊക്കെ? അർജന്റീന vs ബ്രസീൽ. നമുക്കെല്ലാവർക്കും അറിയാം, ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ടീം ഉണ്ടെങ്കിൽ ഒന്ന് അർജന്റീന, രണ്ട് ബ്രസീലാണ്. ഒന്ന് ബ്രസീൽ, രണ്ട് അർജന്റീനയാണ്. കാരണം ഫുട്ബോൾ രാജാക്കന്മാരെന്ന് അറിയപ്പെടുന്ന തന്നെ ബ്രസീലിനാണ്. തൊട്ട് ബേക്കിൽ അർജന്റീനയുണ്ട്. കാരണം രണ്ട് കൂട്ടം തുല്യ ശക്തരാണ്. ഫാൻസ് പവർ വെച്ച് നോക്കാൻ രണ്ട് കൂട്ടയ്ക്ക് ഒരുപോലെ ഉണ്ട്. നമ്മളൊക്കെ അറിയാം, നാട്ടിൻപുറത്തൊക്കെ ഫുട്ബോൾ കളിൻ്റെ ഫാൻസ് ഫൈറ്റ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആൾക്കാർ അർജന്റീന ബ്രസീലിനാണ്. അപ്പോൾ രണ്ട് കൂട്ടർ വീണ്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം. പക്ഷേ ഈ ഒരു മത്സരത്തിൽ തോന്നാൾക്ക് ആഗ്രഹിച്ച രണ്ട് കാര്യമുണ്ട്. ഒന്ന് നെയ്മർ, രണ്ട് മെസ്സി, അല്ലേ? അപ്പോൾ ഈ രണ്ട് താരങ്ങളാണ് രണ്ട് ടീമിന് ഫേവറേറ്റ് കളിക്കാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള രണ്ട് കളിക്കാരാണ് നെയ്മറും മെസ്സിയും. പക്ഷെ രണ്ട് കളിക്കാരും പുറത്താണ്, പരിക്ക് കാരണം പുറത്താണ്. അത് എല്ലാവരും ഒന്ന് ചടുപ്പിച്ച വിഷയമാണ്. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായ കാര്യം. കാരണം അർജന്റീന ബ്രസീൽ മത്സരം എന്ന് പറഞ്ഞാൽ ചില വൈരികളായ മത്സരമാണ്. അതായത് രണ്ട് കൂട്ടർക്കും ഭയങ്കര വാശും വീറുമുള്ള മത്സരമാണ്. ലാറ്റിൻ അമേരിക്ക രണ്ട് രാജാക്കന്മാരായിക്കോട്ടെ, പക്ഷേ ഈ ഒരു മത്സരം കാണുമ്പോൾ എല്ലാ സ്കൂളും, അതായത് ബ്രസീലിൻ്റെ ഫുൾ ടീമും അർജന്റീന ഫുൾ ടീമും ഉണ്ടാകുമ്പോൾ ഭയങ്കര വാശിയായിരിക്കും കളി. നല്ല രസമുള്ള മത്സരം കാണാം. അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മത്സരം നല്ല രസമുള്ള മത്സരമാണ്. ആദ്യകാലം മുതൽ ഇക്കാലം വരെ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോൾ ഫാൻസിൽ കാത്തിരുന്ന ആ മത്സരമാണ് മാർച്ച് 26 നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ നെയ്മറിൻ്റെ മെസ്സിൻ്റെ ഈ പരിക്കാണ് ഒരുപാട് ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാക്കിയത്. കാരണം ഇന്നത്തെ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള രണ്ട് താരങ്ങളാണ് നെയ്മറും മെസ്സിയും. രണ്ടാളും, ഒന്നാമത് മെസ്സി ലോക കിരീടം ചൂടി, അതുപോലെ മറ്റേ കോപ്പ അമേരിക്ക മെസ്സിക്ക് ഒരു പ്രഷറില്ല കളിക്കുന്ന മത്സരം. നെയ്മർക്കാവട്ടെ പരിക്കിൽ നിന്ന് റിക്കവർ വന്ന് രാജ്യത്തെ സ്കൂളിൽ വന്ന മത്സരമാണ്. വീണ്ടും തിരിച്ചെത്തി സ്കൂളിൽ. അപ്പോൾ നെയ്മർക്കൊരു അഭിമാന മത്സരമായിരുന്നു. കാരണം നെയ്മറിൻ്റെ ഫോം വീണ്ടും കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് നെയ്മർക്ക് കഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ രണ്ടാളും പുറത്താണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമിൻ്റെ സ്കോഡും നല്ല സ്കോഡാണ്. ഇപ്പം മെസ്സി നെയ്മറും പുറത്താണെങ്കിൽ പോലും അർജന്റീന ആവട്ടെ ബ്രസീൽ ആവട്ടെ, ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ നിർത്തിയാണ് ബ്രസീൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ്റെ പട്ടികയിൽ പോലും ഉണ്ടായ താരം, കഴിഞ്ഞത് ഏറ്റവും മികച്ച കളിക്കാരെന്ന് പറയാം, വിനീഷ്യസ് ജൂനിയർ, അതുപോലെ റോഡ്രിഗോ, റാഫിഞ്ഞ, ഇത്ര നല്ല ഫോമുള്ള കളിക്കാരായിട്ടാണ് ആര് വരുന്നത്? ബ്രസീൽ വരുന്നത്. അർജന്റീന ആവട്ടെ കഴിഞ്ഞ കോപ്പ അമേരിക്ക കളിച്ച കോൺഫിഡൻസ് ആണ്. പിന്നെങ്കിൽ നല്ല മുൻനിരയിൽ കളിക്കുന്ന ടോപ്പ് കളിക്കാരായ ദിബാല, മാർട്ടിനസ് ഇവരൊന്നുമില്ല. അർജന്റീനയ്ക്കൊരു അതായത് നഷ്ടമാണ്. ആ രണ്ട് മാർട്ടിനസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർട്ടിനസ് അപാര ഫോമിൽ നിൽക്കുന്ന സമയമാണ്. അവരൊന്നുമില്ല. എന്നാൽ പോലും കഴിഞ്ഞ ഉറുഗ്വേ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് അർജന്റീനയുടെ പെർഫോമൻസ്. ആ പുതിയ താരങ്ങൾ വെച്ചിട്ടുള്ള നല്ലൊരു പെർഫോമൻസാണ്. ഉറുഗ്വേ നല്ല ഫോമുള്ള സമയമാണ്. അവരെ അർജന്റീനക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞു. ബ്രസീലിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരായിട്ട് വന്നിട്ട് പോലും കഴിഞ്ഞ കളി 2-1 ജയിച്ച ശേഷം എന്നാലും ബ്രസീലിൻ്റെ കളി പോരാ. കളി കണ്ടവർക്ക് മനസ്സിലാവും, ബ്രസീലിക്ക് നന്നായി കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കളി അർജന്റീന ബ്രസീൽ മത്സരമാണ്. അത് ഒരു പക്ഷേ രണ്ട് കൂട്ടർ നന്നായി പൊരുതും. കാരണം രണ്ട് കൂട്ടർ ഫോം കാണിക്കാൻ പോകുന്ന മത്സരമാണ്. രണ്ട് കൂട്ടർ എങ്ങനെ മുട്ടിയാലും, വേൾഡ് കപ്പ് ആയാലും ലാറ്റിൻ അമേരിക്ക സൗഹൃദ മത്സരമായാലും കോപ്പ അമേരിക്ക ആയാലും, ഈ രണ്ട് കൂട്ടർ മുട്ടുമ്പോൾ ലോകത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ ഫാൻസിനും ഈ മത്സരം കാണും. 100% ഉറപ്പാണ്. യൂറോപ്പിലായാലും ഏഷ്യയിലായാലും എല്ലാവരും മത്സരം കാണും. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ കളിക്കാരെ സമ്മാനിച്ച രണ്ട് രാജ്യങ്ങളാണ് അർജന്റീന ബ്രസീൽ. അതായത് ലെജൻഡുകളായാലും ഇനി വരാൻ പോകുന്നതായാലും അവരുടെ മത്സരങ്ങൾക്ക് പ്രത്യേക ഒരു പവറാണ്. കാരണം ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ആ ടീമിൻ്റെ ഫാൻസിലുണ്ടാവും. ആദ്യകാലം മുതൽ ഇപ്പോൾ വരാൻ സംഭവിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന മത്സരം മാർച്ച് 26 നടക്കാൻ പോവാണ്. അപ്പം നമുക്ക് കാണാം ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. ഓക്കെ.